ഹലോ മക്കളെ, ഇനി ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എക്സാം ദിവസങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു അടിപൊളി കിടിലൻ ടൈം ടേബിളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ടൈം ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ വെറുതെ ജസ്റ്റ് ഇത് ഫോളോ ചെയ്തതുകൊണ്ട് മാത്രം ഒരു 10% മാർക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ കൂടിയിരിക്കും. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ടൈം ടേബിളിലേക്ക് കിടക്കാം. ഒരു എക്സാമുള്ള ദിവസം രാവിലെ 9:30 നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പരീക്ഷ എഴുതിയിട്ട് ഏകദേശം ഒരു 1 മണിക്കൊക്കെ ആയിരിക്കും വരിക. ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങേണ്ട, സാർ ഞാൻ 1 മണിക്കൊന്നും എത്തില്ല, ഞാൻ 2 മണിക്കെത്തുള്ളൂ. ആയിക്കോട്ടെ, ശരി. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ടൈം ടേബിളിൽ നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഓൺ ആൻ ആവറേജ് നിങ്ങൾക്ക് 1 മണിക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയേക്കാം. 1 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു 1 to 1:30 നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം ആദ്യം. ഇതിന് അപ്പം തന്നെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പഠിക്കൂല്ല, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ 1:30 മുതൽ ഒരു 2:30 വരെ 1 മണിക്കൂർ സമയമുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ചില്ല് ചെയ്യാൻ വേണ്ടി. ആ ചില്ല് ചെയ്യുന്ന സമയം പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടയേർഡായിരിക്കും. ആ എക്സാം എഴുതിയതിന് ടയർഡ്നെസ് ഉണ്ടാവും. അന്ന് രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവുമ്പോൾ അത് കണ്ടതിന് ടയർഡ്നെസ് ഉണ്ടാവും. തൊട്ട് തലേന്ന് രാത്രി മാരത്തോൺ ലൈവ് കണ്ടതിൻ്റെ ടയർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ ടയേർഡായിരിക്കും. സോ ആ ടയേർഡ്നെസ് നിന്ന് ഏറ്റവും പുറത്ത് വരാൻ എളുപ്പം എന്താണ്? ചെറിയൊരു ഉറക്കം. ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കുക. പിന്നെ ഉറങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഫോണൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചില്ലൊക്കെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ, എന്തെങ്കിലും ഷോ കാണണമെങ്കിലും ഒക്കെ കുറച്ച് നേരം അതിനുവേണ്ടി ചിലവഴിക്കുക. ഒന്ന് റിലാക്സ്ഡ് ആവുക. ആ സമയത്ത് പറ്റുമെങ്കിൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കുക. കാരണം രാത്രി നമുക്ക് കുറച്ച് പണിയുണ്ട്. ഫോൺ ചാർജ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ചാർജ് ചെയ്യാനിടുക. എന്നിട്ട് 2:30 ആയി. ഇനി നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ പഠനത്തിലേക്ക് കടക്കണം. അപ്പോൾ 2:30 മുതൽ 4 PM വരെ ഒരു സ്റ്റഡി ബ്ലോക്ക് ഉണ്ടാക്കാം. ആ സ്റ്റഡി ബ്ലോക്കിൽ റിഫ്രഷ്മെൻറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഭക്ഷണമൊക്കെ, എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ആ സമയം അതിനോടൊപ്പം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ റിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സാം ഇൻ്റർണൽ ബാച്ചിൽ സ്റ്റുഡൻ്റാണ്, എക്സാം ഇൻ്റർണൽ ക്ലാസ്സിൽ കിട്ടിയ ഓരോ ബാച്ചിൻ്റെ നോട്ട്സ് ഉണ്ട്. അതല്ല യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നവർ യൂട്യൂബിൽ നിന്ന് കിട്ടിയ നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സും പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ആരുടെയും ബോറോ ചെയ്ത നോട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡിൽ നിന്ന് നിങ്ങൾ അത് വെച്ചുണ്ടാക്കിയ നോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് റിവിഷൻ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ആ ഒരു ടൈമിൽ നിങ്ങൾ ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യും, ആ ചാപ്റ്ററിൻ്റെ ഏത് ഭാഗം റിവൈസ് ചെയ്യും. അപ്പോൾ 2:30 മുതൽ ആ 4 PM വരെ 1.5 മണിക്കൂർ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. പ്ലാൻ ചെയ്തില്ലെങ്കിൽ ആ പ്ലാൻ ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, കുറേ നേരം ആലോചിച്ചോ എന്ന് ആലോചിച്ചിട്ട് അവസാനം 1 മണിക്കൂർ പോകും. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. 4 മണി മുതൽ 5:45 വരെ നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും ഒരു ബ്രേക്ക് എടുക്കുക. ഇനി ഒബ്വിയസ്ലി നിങ്ങൾ ചിലരായിരിക്കും, സോറി ഇത്രയും ബ്രേക്ക് എടുത്ത് എങ്ങനെ ശരിയാവാം, എനിക്ക് കുറച്ചുകൂടി പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്കിൻ്റെ ടൈം കുറയ്ക്കുക. ഓക്കെ. അപ്പോൾ 5:45 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രേക്ക് എടുക്കുക, ഒന്നും കൂടി ഉഷാറാവുക. ഒരു കുളി പാസ്സാക്കാൻ പറ്റി കുളി പാസ്സാക്കുക. കാരണം രാത്രി ഒരു പണിയുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കുളി പാസ്സാക്കാൻ പറ്റി കുളി പാസ്സാക്കുക. ഒന്ന് പുഷപ്പൊക്കെ അടിക്കുക. ബോഡിയൊക്കെ ഒന്ന് അഡ്രിനലിനൊക്കെ ബോഡിയിൽ നിറയ്ക്കുക. ഓക്കെ. എനർജറ്റിക് ആക്കുക. കാരണം അങ്ങനെ ഒഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഇപ്പോൾ ചൂടുമാണ്. അപ്പോൾ എന്താണ്, ഭയങ്കര ഒരു മഡി ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പുഷപ്പൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ചെയ്യേണ്ട, കുടിച്ചിട്ട് പുഷപ്പ് അടിക്കേണ്ട, പുഷപ്പൊക്കെ അടിച്ചിട്ട് അല്ല എന്തെങ്കിലും ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബിലൊക്കെ നോക്കി 10 minutes വർക്കൗട്ടൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. അപ്പോൾ ബോഡിയൊക്കെ ഒന്ന് ഉഷാറാവും. ഒരു കുളിയും പാസ്സാക്കി ചായയും കുടിച്ചിട്ട് അപ്പം ബോഡി ഒന്ന് ഉഷാറായി, മൈൻഡ് ഉഷാറും. ബോഡി ഉഷാറും, ഓട്ടോമാറ്റിക്കലി മൈൻഡ് ഉഷാറും. എന്നിട്ട് എന്ത് ചെയ്യുക, 5:45 മുതൽ 6:45 വരെ 1 hour മിനിമം ഒരു സ്റ്റഡി ബ്ലോക്ക് ഉണ്ടാക്കി വീണ്ടും റിവൈസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മറന്നുപോയി, അല്ലെങ്കിൽ ആ സാധനം മറന്നുപോയി, അത് ഓർമ്മ കിട്ടുന്നില്ല, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലൈവ് ക്ലാസ്സും കൂടി എടുത്ത് വെച്ചോളൂ. അപ്പോൾ ലൈവ് ക്ലാസ്സും കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ 6:45 വരെ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ് എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. കാരണം 7 മണിക്ക് നമ്മൾ മാരത്തോൺ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ദിവസവും തൊട്ട് അടുത്ത ദിവസം എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും കൃത്യം 7 മണിക്ക്. അപ്പോൾ അതിന് മുൻപ് ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ റെഡിയാക്കുക, വെള്ളം റെഡിയാക്കുക, ടേബിളിൽ ഒരു നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വെക്കുക. സ്നാക്സ് എന്തിനാണ്, 7 മണി മുതൽ 10 മണി വരെ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ് അല്ലേ? അല്ലെങ്കിൽ തീരെ ബ്രേക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരുന്നോളൂ നിങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വെക്കുക. ഈ എക്സാം ദിവസങ്ങളിൽ കുറച്ചധികം ഭക്ഷണം കൂടിയപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡ് ഉണ്ട് വേണ്ട, കുറച്ചധികം ഭക്ഷണം കഴിച്ചാലോ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്താണ്, ഇരിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെക്കുക. വെറുതെ വെള്ളം എടുക്കാൻ പോകുന്നു, ഭക്ഷണം എടുക്കാൻ പോകുന്നു, അങ്ങനെ വെറുതെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. 10 മണി വരെ മാരത്തോൺ ലൈവ് ഉണ്ടാവും. ഡിന്നറിന് സമയമില്ല, ഡിന്നറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടത്തിക്കോണം. ഓക്കെ. 10 മണിക്ക് വൈൻഡപ്പ് ചെയ്യുക, ഉറങ്ങാൻ പോവുക. ഇതാണ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ. വീണ്ടും അടുത്ത ദിവസം രാവിലെ എപ്പോൾ എണീക്കണം, 5 മണി അല്ല 6 മണിക്ക് എണീക്കുക, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം.
എക്സാം ഉള്ള ദിവസമാണെങ്കിൽ 5 മണിക്ക് എണീക്കണം. 5 മണിക്ക് മോർണിംഗ് ബൂസ്റ്റർ ലൈവ് ഉണ്ടാവും. 6 മണി ടു 7 മണി ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രഷ് അപ്പ് ചെയ്യുക, റെഡി ആവുക, സ്കൂളിൽ പോകാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാം ഉള്ള ദിവസമാണ് നിങ്ങൾ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. എക്സാം കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഓബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. നിങ്ങൾക്ക് വേണം ബ്രേക്ക് ടൈം നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, കുറച്ച് കൂട്ടാം. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താണ് മക്കളെ, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ആ ടൈം ടേബിളിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള ആരും കൊടുക്കണം. നിങ്ങൾ നാപ്പാണോ ചെയ്യുമെങ്കിൽ നാപ്പ് കൊടുക്കുക, നിങ്ങൾ ഗെയിം ചെയ്യുകയാണെങ്കിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഗെയിം കളിക്കുന്നത്. എന്താണോ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉള്ളത് അത് സ്പെസിഫിക് ആയിട്ട് തന്നെ കൊടുക്കുക. കാരണം എന്തിനാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാതിരിക്കുന്നത്? നിങ്ങൾ ഡിസൈഡ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു സുഖമാണല്ലേ, നമുക്ക് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നോക്കാം, അപ്പം നോക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു കംഫർട്ടാണ്, നമുക്കൊരു സുഖമാണ്. പക്ഷേ സുഖം അത് വരുന്നതിൻ്റെ മുൻപ് വരെ ഉള്ളൂ. ഈ ഒരു സമയം വരുന്നതിന് മുൻപ് വരെ നിങ്ങൾക്ക് ആലോചിക്കുന്ന സുഖമാണ്. പക്ഷേ ആ സമയം എത്തിക്കഴിയുമ്പോൾ ടെൻഷനാണ്. അയ്യോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അപ്പോൾ എന്താ ചെയ്യുക, ഉറങ്ങണോ, ഭക്ഷണം കഴിക്കണോ, പഠിക്കാൻ തുടങ്ങണോ, ലൈവ് കാണണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ ആക്ച്വൽ ടൈം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആ കംഫർട്ടൊന്നും ഉണ്ടാവില്ല. അതിന് മുൻപ് വരെ കംഫർട്ടും സുഖവും ഉണ്ടാവുള്ളൂ. വരുമ്പോൾ ആക്ച്വലി ടെൻഷനാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ആ ടെൻഷനൊന്നും അപ്പോൾ സഹിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കാം. ഡിസൈഡ് ചെയ്യുമ്പോൾ ഇത് ആലോചിക്കുമ്പോൾ എന്താണ്, ഓബ്വിയസ്ലി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ അത് വൺസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൃത്യമായിട്ട് ഫോളോ ചെയ്യാം, പരിപാടി സെറ്റാക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നിങ്ങൾ എക്സാം ഉള്ളതിൻ്റെ മുൻപുള്ള ദിവസം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടൈം ടേബിൾ. ഇനി എക്സാം ഒന്നും ഇല്ലാത്ത കുറേ ഗ്യാപ്പുള്ള ദിവസങ്ങൾ വരും. ആ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അടിപൊളി ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ അതിന് വേണ്ടി മറ്റൊരു വീഡിയോ വേണ്ടാന്നാണ്. കാരണം ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്താണ് മറ്റേതിന് വേണ്ടി ടൈം ടേബിൾ ഉണ്ടാക്കാം. പക്ഷേ കുറച്ചുകൂടി ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അതിന് വേണ്ടിയിട്ട്. മറ്റൊരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പറയണ്ടല്ലോ, 7 മണിക്കുള്ള എല്ലാ ലൈവ് ക്ലാസ്സും ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും ഓരോ സബ്ജക്റ്റിന് ഇറങ്ങാൻ പോകുന്നത്. വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പഠിക്കുക, മാർക്ക് വാങ്ങിച്ച് വരിക. ബൈ, ടേക്ക് കെയർ.